പുതുതായി നിയമനം ലഭിച്ച എഞ്ചിനീയർമാർ ജോലി ഉപേക്ഷിക്കുന്നു. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ പുതുതായി നിയമനം ലഭിച്ച എഞ്ചിനീയർമാരിൽ 110 പേർ 3 വർഷത്തിനിടെ ജോലി ഉപേക്ഷിച്ചു. എഞ്ചിനീയറേക്കാൾ താഴ്ന്ന തസ്തികയായ ഓവർസിയർ ജോലിക്ക് മറ്റു വകുപ്പുകൾ പോയവരുമുണ്ട്. ജോലി ഉപേക്ഷിക്കുന്ന യുവ എഞ്ചിനീയർമാരുടെ എണ്ണം കൂടിയതോടെ പ്രതിസന്ധി മറികടക്കാൻ കരാർ നിയമനത്തിന് സർക്കാർ നടപടി. ജില്ലാ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ തയ്യാറാക്കിയിട്ടുള്ള എംപാനൽ പട്ടികയിൽ നിന്ന് അടിയന്തരമായി നിയമനം നടത്താൻ വകുപ്പ് റൂറൽ ഡയറക്ടർ നിർദ്ദേശിച്ചു. തദ്ദേശ വകുപ്പിൽ നിന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയറായി വിരമിച്ചവരിൽ വിജിലൻസ് കേസ്, ഓഡിറ്റ് പരാമർശം കാരണം നടപടിയുണ്ടായവരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കും. ഇപ്പോൾ എഞ്ചിനീയർമാരുടെ 88 ഒഴിവുണ്ട്. ദീർഘകാല അവധിയെടുത്തവരെ കൂടി കണക്കിലെടുത്താൽ ഒഴിവ് 100-ലേറെയാകും. ഓവർസിയർമാരുടെ ഒഴിവ് 150-ന് മുകളിലാണ്. എഞ്ചിനീയർമാരില്ലാത്തതിനാൽ ഓവർസിയർക്ക് പൂർണ്ണ അധികാരം നൽകിയാണ് പല തദ്ദേശ സ്ഥാപനങ്ങളിലും പദ്ധതി പ്രവർത്തനം നടത്തുന്നത്. ഇടുക്കി, വയനാട്, കാസർഗോഡ് ജില്ലകളിലെ പല പഞ്ചായത്തുകളിലും ഓവർസിയർമാരില്ല. വകുപ്പ് മന്ത്രി MP രാജേഷിന്റെ ജില്ലയായ പാലക്കാട്ട് 21 അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഒഴിവുണ്ട്. എഞ്ചിനീയറെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് മണ്ണാർക്കാട് ബ്ലോക്കിൽ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥരെ തടഞ്ഞുവെച്ചത് കഴിഞ്ഞ ദിവസമാണ്. തദ്ദേശ വകുപ്പ് ഏകീകരണത്തോടെ സ്ഥാനക്കയറ്റ സാധ്യത കുറഞ്ഞതും ആകർഷകമല്ലാത്ത ശമ്പള സ്കെയിലും ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയക്കാരുടെയും സമ്മർദ്ദവുമാണ് ജോലി ഉപേക്ഷിക്കാൻ മിക്കവരെയും പ്രേരിപ്പിച്ചത്. വകുപ്പ് തല അന്വേഷണത്തിന്റെ പേരിലുള്ള കടുത്ത അച്ചടക്ക നടപടിയും സങ്കീർണമായ പദ്ധതി നിർവഹണ ചട്ടങ്ങളും ജോലിയോടുള്ള താൽപര്യം നഷ്ടപ്പെടുത്തി. മറ്റു വകുപ്പുകൾ ചെയ്തിരുന്ന സാങ്കേതിക പരിജ്ഞാനം ആവശ്യമില്ലാത്ത പണികൾ എഞ്ചിനീയർമാർക്ക് കൈമാറുന്നതും പ്രശ്നമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ മൊത്തം പദ്ധതി വിഹിതത്തിന്റെ 60%-ലേറെയും അസിസ്റ്റന്റ് എഞ്ചിനീയർമാർ നിർവഹണ ഉദ്യോഗസ്ഥനായി നടത്തേണ്ടതാണ്. അസിസ്റ്റന്റ് എഞ്ചിനീയർമാരില്ലാത്തതിനാൽ പദ്ധതി പ്രവർത്തനം നടക്കുന്നില്ല. പരിചയക്കുറവുള്ളവരെ എടുത്താൽ പ്രവൃത്തി സമയബന്ധിതമായി നടത്താൻ സാധിക്കില്ല എന്നതുകൊണ്ടാണ് വിരമിച്ചവരെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നത്.